പത്തനംതിട്ടൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആ നയനയും ആദർശം തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തിലാട്ടോ അപ്പം അനന്തപുരിയിൽ എല്ലാവരും. പക്ഷേ നമ്മൾ ആ ജാനകിക്കാണെങ്കിൽ അത്രയ്ക്കും സന്തോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ നയനയും ആദർശം വന്നതിൽ നമ്മൾ ജാനകിയാണെങ്കിൽ ദേഷ്യത്തിലൊക്കെ ഇരിക്കുക. കാര്യം നമ്മൾ അനിയുടെ MD സ്ഥാനം തിരിച്ച് പോയല്ലോ. അപ്പോൾ ആ ഒരു ദേഷ്യം നമ്മൾ ജാനകിയുടെ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ ജലജയ്ക്കും അബിക്കൊക്കെ ആണെങ്കിൽ പൊതുവേ നമ്മൾ നയനയും ആദർശയോട് മുമ്പേ ഉള്ളതിൽ അവർക്ക് ദേഷ്യവും കാര്യങ്ങളും ആയതുകൊണ്ട് അവരും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ജലജയാണെങ്കിൽ ഇപ്പം നാഗേന്ദ്രൻ നാട്ടിൽ വന്നതിൻ്റെ ആ ഒരു അറിഞ്ഞതിൻ്റെ ടെൻഷനിൽ ഇപ്പം മക്കൾ ഇനിയിപ്പോൾ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ടെൻഷനിലും നമ്മളെ ജലജയാണെങ്കിലും അപ്പം അതിൻ്റെ പിറകെ ജലജയും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളെ അനന്തപുരിയിലാണെങ്കിൽ എല്ലാവരും അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയത്തിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ എന്തായാലും കല്യാണം നടത്തണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം അനിക്കും ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ കൂടി വരുമെന്നൊക്കെ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അനിയടുത്തും എല്ലാ ആണുങ്ങളും അടുത്തുമായിട്ടൊക്കെ നമ്മളെ മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ നമ്മൾ നന്ദുവിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് നമുക്കൊന്ന് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നയനേട്ടത്തിയും ആദർശേട്ടനും തിരിച്ച് വന്നതിൻ്റെ ആ ഒരു സന്തോഷം നമുക്ക് പങ്കിടണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നന്ദുവിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അനി. അപ്പം നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, എടീ എന്തായാലും നിനക്കാണെങ്കിൽ അന്ന് ഞായറാഴ്ച ലീവ് എടുത്ത കണക്ക് ഒരു ദിവസം നമുക്ക് ലീവ് എടുക്കാൻ പറ്റുമോ? അതിപ്പോൾ ഞായറാഴ്ച തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിലും കുഴപ്പമില്ല, ഞാനാണെങ്കിൽ ഫ്രീ ആവാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നന്ദു പറയുന്നുണ്ട്, എടാ നിൻ്റെ വിവാഹ നിശ്ചയമല്ലേ ഞായറാഴ്ച, ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും പോകണ്ടെന്നൊക്കെ നമ്മൾ നന്ദു പറയുന്നുണ്ട്. പക്ഷേ അനിയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നതൊന്നുമില്ല. അപ്പോൾ അനി പറയുന്നുണ്ട്, എന്തായാലും നീ എന്താ വിചാരിക്കുന്നത്, അവൾക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹവും കാര്യങ്ങളും ഒന്നുമില്ല, അവളെന്തോ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയൊക്കെയാണ് അവളിങ്ങനെ എന്നെ കല്യാണം കഴിക്കണമെന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നന്ദു പറയുന്നുണ്ട്, എടാ ഇപ്പം പുറത്തെ ഒരു കുട്ടിയാണെങ്കിൽ എങ്ങനെയെങ്കിലും നീ കല്യാണം മുടക്കാനും വെക്കാനൊക്കെ ശ്രമിക്കും, പക്ഷേ ഇത് കുടുംബത്തിലുള്ളൊരു പെൺകൊച്ചായി പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അനി പറയുന്നുണ്ട്, അനാമികയുടെ വേറൊരു പതിപ്പാണ് അവന്തിക, അവളും പൈസയെല്ലാം മോഹിച്ചാണല്ലോ എൻ്റെ ജീവിതത്തിൽ വന്നത്. ഇപ്പം അതേ കണക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ് ഇപ്പം അവന്തികയും ഇപ്പം എൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നന്ദു പറയുന്നുണ്ട് ചിലപ്പം അവൾക്ക് എന്തായാലും നിൻ്റെ അടുത്ത് സത്യത്തിൽ സ്നേഹം ഉണ്ടെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനി പറഞ്ഞു, ഒരു കാരണവശാലും അവൾക്ക് അങ്ങനെ ഒരു സ്നേഹവും കാര്യങ്ങളും എൻ്റെ അടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദുവിൻ്റെ അടുത്ത് അനി പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ നിന്നെ മാത്രമേ കല്യാണം കഴിക്കുന്നുള്ളൂ, അല്ലാതെ നീ മാത്രം എന്നെ സ്നേഹിച്ചാൽ മതി, അല്ലാതെ എന്നെ വേറെ ആരും സ്നേഹിക്കേണ്ട എന്നൊക്കെ നമ്മൾ അനി പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, എടാ എന്തായാലും നമ്മളെ വീട്ടുകാർ വിചാരിക്കാതെ എന്തായാലും നമുക്ക് ഒന്നിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അനി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ കല്യാണം കഴിക്കാതെ തന്നെ ഞാൻ ഇരുന്നോളാം, ഇപ്പം നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ കല്യാണം കഴിക്കാതെ തന്നെ ഞാൻ ജീവിക്കുമെന്നൊക്കെ നമ്മൾ അനി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് നമ്മളെ നന്ദുവിന് നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നന്ദു ആണെങ്കിൽ അനിയുടെ തോളിലോട്ടൊക്കെ ഇങ്ങനെ ചാരിയൊക്കെ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്താവട്ടെ അവരെ കഷ്ടകാലം എന്ന് പറയാൻ നമ്മളെ നവീൻ വക്കീലാണെങ്കിൽ അതിലേക്കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സമയത്ത് നമ്മളെ നവീനാണെങ്കിൽ ഇവരെ കണ്ടിട്ടാണെങ്കിൽ അവിടെ നിന്നിട്ട് നവീൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നവീനാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നുണ്ട്, എന്ത് നന്ദുവും അനിയും ഇവരെല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത് പറഞ്ഞാൽ ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നല്ലേ പറയുന്നത്, അല്ലാതെ ഇവർ ഇഷ്ടത്തിലാണെന്നുള്ളതൊന്നും ഇവർ ആരുടെ പറയുന്നില്ലല്ലോ എന്നൊക്കെ നവീൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നവീൻ ആലോചിക്കുന്നുണ്ട്, എന്നെ ഇപ്പോൾ വഞ്ചിക്കുകയായിരുന്നു ചെയ്തത്, എത്രയും പെട്ടെന്ന് ഞാൻ നന്ദുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴെല്ലാം നന്ദു അനിയാണെങ്കിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരെയും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ നന്ദു പറഞ്ഞല്ലേ, എന്തായാലും ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, ഇത് ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്നൊക്കെ പറഞ്ഞു. ഇവരങ്ങനെ ഇപ്പോൾ സ്നേഹിച്ച് ഇവർ നടക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവീനാണെങ്കിൽ ഇവരെ ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നവീനാണെങ്കിൽ അങ്ങനെ സങ്കടത്തോടെയൊക്കെ അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ഇനിയിപ്പം നവീനാണെങ്കിൽ ഈ ഫോട്ടോ ഒക്കെ എല്ലാവരെയും കാണിച്ചൊക്കെ കൊടുക്കുമായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ അവന്തികയുടെയും വിവാഹ നിശ്ചയം എന്തായാലും മുടങ്ങുമോ, അതോ ഇനിയിപ്പം നവീനാണെങ്കിൽ ഈ ഫോട്ടോ ആരെയും കാണിക്കത്തില്ലയോ? അപ്പം ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു വെയിറ്റിംഗ് ലിസ്റ്റായിട്ടൊക്കെ ഇരിക്കാം. അപ്പം ഇതൊക്കെയാണ് വീഡിയോസായിട്ടൊക്കെ കാണിച്ചത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.